Hi friends, Grace and Info Systemത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പവർ ആമ്പാണ്. അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഞാനിപ്പം പറയാം. ക്വിസ്റ്റ് മോഡൽ QA2004 ഇതാണ് സംഭവം. അപ്പോൾ ഈ പവർ ആമ്പിൻ്റെ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ചാനൽ വർക്ക് ചെയ്യുന്നില്ല. ആക്ച്വലി അതിൻ്റെ ഫ്യൂസൊക്കെ പോയിരിക്കുന്നത് കാണാൻ കഴിയും, കാണുന്നുണ്ട്. അതായത് ഈ പവർ ട്രാൻസിസ്റ്ററുകൾ ഫുള്ള് ഷോർട്ട് സർക്യൂട്ടാണ്, ഫുൾ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറണം. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിട്ടുണ്ട് അതെല്ലാം മാറണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും ടൊറോയിഡ് ട്രാൻസ്ഫോമർ. കാണാൻ കഴിയും. ഏകദേശം എൻ്റെ കൈവച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സൈസ് എത്രയുണ്ടെന്ന്. അതിന് പവർ ഔട്ട്പുട്ട് അതാണ് നൽകുന്നത്. ഓക്കെ, ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഞാനത് നോക്കി വായിക്കാം. അതിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞിരിക്കുന്നത് 14.4 ആമ്പിയറും 14.4 ആമ്പിയർ. അടുത്തത് 59.20 59.0. ആ 59 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്. പവർ ആമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡ്യുവൽ സപ്ലൈ ഏകദേശം 60 വോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ സാധനമാണ്. ഇത് വെറും ആമ്പ് മാത്രമാണ്, ഇതിനകത്ത് പ്രീ സ്റ്റേജ് ഒന്നും വരത്തില്ല. ആമ്പാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പം മിക്സർ പോലുള്ള സാധനത്തിൽ ഇത് കണക്ട് ചെയ്ത് നല്ല പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. മോഡൽ നമ്പർ കാണുന്നുണ്ടല്ലോ. പിന്നെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്വിച്ചുകൾ കാണാൻ കഴിയും. അതിനകത്ത് ഫ്രീക്വൻസിയാണ് ഈ മുകളിലത്തത് ഫ്രീക്വൻസി ഹെഡ്സ്, എന്നിട്ട് 80 35 രണ്ട് ചാനലിൻ്റെ. ഇപ്പുറത്ത് സ്റ്റീരിയോ മോഡ് കാണാൻ കഴിയും. പിന്നെ പാസീവ്, പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ DB ഏകദേശം 32 dB 26 dB അങ്ങനെയോട് കൺവേർട്ട് ചെയ്യുന്ന ഒക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ഇളക്കാം. ഓക്കെ, പിന്നെ ഇത് ഹീറ്റ് സെൻസറുണ്ട്. ചൂടാകുന്നതനുസരിച്ചാണ് 2 ചാനലിനും 2 ഫാന് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തും കൊണ്ട് കൊള്ളാം, നല്ല ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇത് ഇത്രയും ഇതിൻ്റെ ഫിൽറ്ററിങ് സ്റ്റേജാണ്, പവർ സപ്ലൈ സ്റ്റേജ്. അപ്പോൾ നമ്മൾ പവർ ആമ്പ് അതിനെ ചരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഓരോ സ്ക്രൂ ആയിട്ട് ഇളക്കുകയാണ്. ഓക്കെ, ഇളക്കിയെടുത്തപ്പം ഈ മുകളിലത്തത് കാണാൻ വലിയ വിഷയങ്ങളൊന്നുമില്ല. പവർ ട്രാൻസിസ്റ്റർ ഇത് അടിവശം ഒന്ന് നോക്കി, എല്ലാം കത്തി കരിഞ്ഞൊരു പരിവായി കാണുന്നുണ്ടോ? ഇത് പവർ ട്രാൻസിസ്റ്ററിൻ്റെ പവറും സ്റ്റേജ് മാത്രമാണ് ഇത്. അതിൻ്റെ പ്രീ സ്റ്റേജ് എല്ലാം ഇതാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ആ ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ഓവർ ചെയ്യുന്നത്. അതിൻ്റെ ഈ പുറകിൽ കാണാൻ കഴിയും. ഇവിടെ ഫ്രീക്വൻസി സ്വിച്ചുകളുണ്ട്, ഇതെല്ലാം ചേഞ്ച് ഓവർ ചെയ്യുന്ന കണക്ഷൻസ് രീതിയിൽ നിന്നാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് പവർ സപ്ലൈ,
ഇത് ഡ്യുവൽ ചാനൽ, ഒരു ചാനലാണ് പോയത്, ഡ്യുവൽ ചാനൽ. പിന്നെ ഇത് വന്നിട്ട് അതിൻ്റെ കൂളിംഗ് ഫാൻ രണ്ട് സൈഡിലും ഉണ്ട്. ഇത് ഹീറ്റ് അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. ടൊറോയിഡ് ട്രാൻസ്ഫോമർ കാണാം. പിന്നെ അതിൻ്റെ മെയിൻ മാസ്റ്റർ വോളിയം കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ ഇതിനകത്ത് ഓരോ ചാനലിനും 3 LED വെച്ച് കാണാം. അതൊന്ന് പ്രൊട്ടക്ഷൻ, അതിൻ്റെ പീക്ക്, സിഗ്നൽ, പവർ, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ ഫ്രണ്ടിൽ വരുമ്പോൾ. ഇത്രയേ ഉള്ളൂ. മെയിൻ പവറും അതിൻ്റെ മാസ്റ്റർ വോളിയം. ക്വസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ എന്തായാലും അതിനെ പൊളിച്ച് എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സ്പെയറുകളെല്ലാം മാറ്റി തിരിച്ച് റീഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും നേരത്തെ കണ്ടതുപോലെ പോയ സ്പെയറുകളെല്ലാം മേടിച്ചു. നോക്കിയാൽ കാണാൻ കഴിയും, സ്പെയറെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിരിച്ച് ഇതിലിട്ട് അസംബിൾ ചെയ്യുന്നതാണ്. ഫുൾ ഇത് ട്രാൻസിസ്റ്ററുകളും പറയായിരുന്നു, NPN ഉം PNP. ഓക്കെ. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ട്രാൻസിസ്റ്ററുകളും പോയിട്ടുണ്ട്. അതെല്ലാം മാറി നമ്മൾ തിരിച്ച് റീഅസംബിൾ ചെയ്ത് അതിനകത്ത് വെച്ച് അതിനെ പാടിക്കുക, അതായത് ആംപ്ലിഫയറിനെ കറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക്
അപ്പം നമ്മുടെ ആമ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാം ഫിറ്റ് ചെയ്തു. ഇതിൻ്റെ ഈ ഫാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഫാന് കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കണം ഓവർ ഹീറ്റായി ഇതെല്ലാം അടിച്ച് കത്തിപ്പോയത്. ഇപ്പം എല്ലാം ഫിറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. ഇപ്പം പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ പവർ LED പോയിട്ടുണ്ട്. പവർ LED കംപ്ലൈൻറ്റ്, വളരെ ബ്രൈറ്റ് കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇപ്പോൾ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പോയിരുന്ന ചാനൽ. ആ ചാനലിൽ സൗണ്ട് കൂട്ടി നോക്കാം. സിഗ്നൽ വരുന്നത് കാണാം. ഈ ചാനൽ വിഷയമില്ലായിരുന്നു. പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. ക്ലോസപ്പ് ആയിട്ടുള്ളതെന്ന് കണ്ടോളൂ. ഈ ഒരു ബൾബ് ഇപ്പം ഞാൻ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് കത്തി അത് ക്യാൻസൽ ആകാൻ വേണ്ടിയിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. ടോറോയിഡ് ട്രാൻസ്ഫോമർ. ഓക്കെ. താങ്ക് യു ഫ്രണ്ട്സ്.